മീനാക്ഷി ശാലം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. കലാപ്രതിഭയായിരുന്നു, ഭയങ്കര സ്മാർട്ടായിരുന്നു, റാപ്പറായിരുന്നു ചെറുപ്പക്കാരൻ. പിന്നീട് 8.5 മാസത്തോളമുള്ള റിലേഷൻഷിപ്പ് വീട്ടുകാരെ എതിർത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. കാരണം ഈ പയ്യൻ ക്രിസ്ത്യനും ഈ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദു ആയിരുന്നു. എന്നാൽ ഈ മീനാക്ഷിയുടെ നിർബന്ധപ്രകാരം ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാക്ഷിയെ കല്യാണം കഴിക്കണം. ഏകദേശം 4.5 മാസത്തോളം ഒരുമിച്ച് താമസിക്കുകയാണ്. ഏകദേശം ഒരു 40 ദിവസങ്ങൾക്ക് മുന്നേ ഈ ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും സൂയിസൈഡ് ചെയ്തു. ഹലോ, ബാംഗ്ലൂർ ഡ്രഗ് കേസിൽ ഈ അർജുൻ പിള്ളയുടെ കൂടെ ഉണ്ടായിരുന്ന ട്രിപ്പി ഗേൾ, ആ 3 ഗേൾസിൽ ഒരാളാണ് മീനാക്ഷി. നിങ്ങൾ ഈ കേട്ട വോയിസ് മീനാക്ഷി എന്ന് പറയുന്ന മയക്കുമരുന്നിനും ഡ്രഗ്സിനും അവിടെയുള്ള നിശാ പാർട്ടിക്കും എല്ലാ പാർട്ടിക്കും പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടി ജീവിതം തന്നെ നശിച്ചു പോയൊരുത്തി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതേ ഇവരെക്കുറിച്ചൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ആൾക്കാരെ പറ്റിച്ച് തിന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു പെണ്ണ്, ഇവൾ കാരണം ഒരു പയ്യൻ, ഇവളുടെ നിർബന്ധം കാരണം ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്ന, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്ന ഒരു പയ്യൻ, ഇവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. വീട്ടുകാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇവള് കാരണം എന്ന് ഞാൻ പറയാനുള്ളതിൻ്റെ പ്രധാന റീസൺ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എൻ്റെ ഏട്ടൻ ഇവിടെ വന്നു, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഏട്ടൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മളവിടെ സോഫയിൽ ഇരുന്നിട്ട് ഏട്ടൻ അത്രയ്ക്ക് കണ്ണു നിറങ്ങിയിട്ട്, എൻ്റെ ഏട്ടൻ എനിക്കറിയാം, കാരണം ചെറുപ്പം മുതൽ എന്നെ നോക്കിയത് എൻ്റെ ഒരു അച്ഛനും അമ്മേൻ്റെ സാധനമാണ് എൻ്റെ ഏട്ടൻ. കാരണം അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത്. എൻ്റെ അച്ഛനും അമ്മ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ എൻ്റെ ഏട്ടൻ എന്നെ നോക്കിയത്. അപ്പൊ എനിക്ക് അത്രയ്ക്ക് ഇത്, കാരണം ചെയ്യുന്നൊരു സംഭവം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അവളെന്നെ ഏട്ടനെ കണ്ടു, അവള് ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ്. അവള് ബസ് സ്റ്റോപ്പിൽ നിന്ന് റിട്ടേൺ അവളെ എൻ്റെ മറ്റേ തറവാട് വീട്ടിലേക്ക് പോയി, മീൻസ് അമ്മൻ്റെ വീട്ടിൽ. അവിടെ പോയി ഓളെന്നെ വാതിലേക്ക് ഇതാക്കി എനിക്ക് തുറന്ന് നേരെ പോയിട്ട് എൻ്റെ ഏട്ടനെ കിടക്കുന്ന എൻ്റെ ഏട്ടനെ അവളെന്നെ കിച്ചണിൽ പോയിട്ട് നൈഫ് മീൻസ് കത്തിയെടുത്ത് നേരെ പോയിട്ട് ഏട്ടനെ മറ്റേ മുണ്ടിലാണ് ഏട്ടൻ കുടുങ്ങി നിന്ന്, ഏത് മറ്റേ ഫാനിൽ, അതെടുത്തിട്ട് അവളത് മുറിച്ചിൻ്റെ ഏട്ടൻ എടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഐ തിങ്ക് ഒരു 2 ആഴ്ച ഇവിടെ വന്നിട്ട്, 2-3 ആഴ്ച മാക്സിമം ഇവിടെ വന്നിട്ട് എൻ്റെ ഏട്ടനോട് കരഞ്ഞിട്ട് പറഞ്ഞാൽ, അച്ഛോ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ഈ ബന്ധം വേണ്ട. പേടി എന്ന് പറയുന്നത് ഈ മീനാക്ഷിയെ പേടിക്കാനുള്ള കാരണങ്ങൾ, ഒന്ന് അമിതമായ ലഹരിയുടെ യൂസേജ്. അതിഷ്ടം പോലെ കാണും, കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇവർക്ക്. അതെന്തുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ കൊടുക്കുന്ന ലഹരി മാഫിയയിലെ ഒരു കണ്ണിയാണ് ഈ മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അവർക്കത് സുലഭമായിട്ട് കിട്ടും. രണ്ടാമത്തെ കാര്യം, ഇവൾ എന്താണെന്നും ഇവൾ എങ്ങനെയാണെന്നും ഇവൾ ഈ മാഫിയയിലെ കണ്ണിയാണെന്നും ചിലപ്പോൾ ഈ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരിക്കാം ആ ചെറുപ്പക്കാരൻ അറിയുന്നതും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. സ്വാഭാവികമായിട്ടും അവനത് സഹിക്കാൻ പറ്റി കാണത്തില്ല, പേടിയായി കാണും. കാരണം ഇത്രയും വലിയ ഡ്രഗ്സിൽ ഉൾപ്പെട്ട ഒരാളാണ് തൻ്റെ പാർട്ട്ണർ എന്നറിയുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പറ്റാവുന്ന ടെൻഷൻ, പേടി, ഭയം. എനിക്ക് ഈ ബന്ധം എന്താണെന്ന് പോലും അറിയില്ല. എനിക്ക് അത്ര ഒരു സിറ്റുവേഷനാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ അപ്പം ഏട്ടൻ എന്തുണ്ടെങ്കിലും ഈ കോഴിക്കോടുള്ള മിക്ക ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിയും. കാരണം ഞാൻ ഏട്ടൻ അങ്ങനെയാണ്. ഇത്തിരി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനായാലും പപ്പയായാലും അമ്മ ഇത്തിരി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. വഴക്കുണ്ടെങ്കിലും നമ്മൾ പിറ്റേ ദിവസം 2-3 ദിവസം കാണുമ്പോൾ അപ്പടാ അല്ലെ ഞാനല്ല എൻ്റെ ഏട്ടനെ വിളിക്കും, അച്ഛോ എന്താ നിനക്ക് പറയോ ഇങ്ങോട്ട് വാറമത്തെ, അങ്ങനത്തെ ഏട്ടനാണ് എൻ്റെ ഏട്ടൻ. അതുകൊണ്ട് ഒരിക്കലും എന്താ പറയാ, അപ്പേട്ടൻ ഒരിക്കലും ചെയ്യില്ലാന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഏട്ടൻ ഇവിടെ വന്നിട്ട് പറയാം, എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്നും പറ്റുന്നില്ല അച്ചോ, എനിക്കിത് എന്താ പറയാ, എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് കഴിച്ചിലാവണമെന്നാണ് ഏട്ടനോട് പറഞ്ഞത്. മീൻസ് ഏട്ടൻ്റെ ആ വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് കഴിച്ചിലാവണമെന്നാണ് എന്നോട് പറഞ്ഞത്. അച്ചോ അങ്ങനെ അച്ചോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോഴല്ല ഞാൻ കുറച്ച്
കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് നിന്നോടാ പറയാൻ പറ്റില്ല. അതായത് ഏട്ടൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെറുപ്പം മുതൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ 1, 2, 3 നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മളെ സത്യം ചെറിയ വഴക്കാണ്, എന്ത് പിടിക്കാണ്ട് ഇപ്പോൾ കമ്പനിക്കാരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പോയിട്ട് എന്താ പട്ടണം വെച്ചെങ്കിൽ എനിക്ക് ജീവനാണ്. ഈ അനിയൻ്റെ അടുത്ത് പറയാനുണ്ട് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഈ മീനാക്ഷിയുടെ ഇതുപോലുള്ള ബന്ധങ്ങളെക്കുറിച്ചായിരിക്കാം. അതിനുള്ള തെളിവുകൾ അവൻ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു സമയമായിരിക്കാം അനിയൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കക്ഷിക്ക് സഹിക്കാൻ പറ്റി കാണത്തില്ല. ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നറിയുമ്പോൾ ആ ചെക്കൻ്റെ കയ്യിൽ നിന്ന് പോയി കാണും, അവൻ ജീവനെടുത്തും കാണും. ഇനി സ്വയം ജീവൻ എടുത്തതാണോ അല്ല ഇവളും ഇവളുടെ മാഫിയക്കാരും കൂടെ എടുപ്പിച്ചതാണോ എന്നും കൂടെ അറിയണം. അത്രേ എനിക്കിവിടെ പറയാനുള്ളൂ. കാരണം ആ വീട്ടുകാർക്ക് തന്നെ ഈ കക്ഷിയുടെ മരണത്തിൽ സംശയമുണ്ട്. സോ ജീവൻ സ്വയം എടുത്തതാണോ എടുപ്പിച്ചതാണോ എന്നുള്ളത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ശരി എന്നാൽ ടാറ്റാ.